സൂറത്തുൽ ബയ്യിനയുടെ അവസാനത്തെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്ക് ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹുവിങ്കൽ വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് നിതാന്തമായ സ്വർഗമുണ്ട്. അല്ലാഹു അവരെ തൊട്ടും അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നു ജീവിച്ച ആളുകൾ. ആ ഭാഗം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ സൂറത്ത് അവസാനിപ്പിച്ചത്. 99-ാമത്തെ സൂറത്ത്, അതായത് തൊട്ടടുത്ത സൂറത്ത്. നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ പാരായണം ചെയ്യുകയും നിസ്കാരത്തിൽ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സൂറത്താണ് സൽസല. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത്. 8 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. മക്കയിലാണോ മദീനയിലാണോ അവതരിച്ചത് എന്നത് സംബന്ധിച്ച് മഹാന്മാരായ ഇമാമിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മദീനയിലാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. 8 ആയത്തുകൾ മാത്രമുള്ള, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പാരായണം ചെയ്യുന്നയാളിന് വലിയ പ്രതിഫലം ലഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത്. കഴിഞ്ഞ സൂറത്തിന്റെ അവസാനത്തെ ചർച്ച നോക്കൂ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അത് എപ്പോഴാണ് റബ്ബേ ഇതൊക്കെ നമുക്ക് കിട്ടുക? സ്വാഭാവികമായും ഒരാളുടെ മനസ്സിൽ വരാവുന്നൊരു ചോദ്യമാണ്. അല്ലാഹു തആല ജന്നാത്തു അദിൻ, അരുവികൾ താഴത്തുകൂടി ഒഴുകുന്ന, തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ, അരുവികൾ താഴത്തുകൂടി ഒഴുകുന്ന നിതാന്തമായ സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. അതെപ്പോഴാണ് കിട്ടുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ കൽബിൽ വരും. എപ്പോഴായിരിക്കും അതൊക്കെ തരിക? അത് കിട്ടുന്നത് എപ്പോഴായിരിക്കും നമ്മിലേക്ക് അതൊക്കെ വന്നു ചേരുക? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഇതാണ് ആ സൂറത്തുകൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് മഹാനായ സയ്യിദുന ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, അത് കിട്ടുന്ന ദിവസം അതിലേക്കുള്ള സൂചന, അവസാന നാളിലേക്കുള്ള സൂചനയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അടുത്ത സൂറത്ത് ആരംഭിക്കുന്നത്. മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്തിന്റെ മഹത്വത്തെ പറഞ്ഞുകൊണ്ട് വന്നതായി കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സൂറത്ത് മദീനയിൽ അവതരിച്ച സൂറത്താണ്. ധാരാളം ഇമാമിങ്ങൾ അതിനെ പിന്താങ്ങുകയും ചെയ്യുന്നു. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള നിവേദനം, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من قرأ إذا زلزلت عدلت له بنصف القرآن. من قرأ إذا زلزلت عدلت له بنصف القرآن. ഒരാൾ ഇദാ സുൽസിലത്ത് സൂറത്ത് പാരായണം ചെയ്തു, അദലത്ത് ലഹു ബിനിസ്ഫിൽ ഖുർആൻ, ഖുർആനിന്റെ പകുതിക്ക് തുല്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ഇദാ സുൽസിലത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ ഫഖാലൽ ഇൻസാനു മാ ലഹ. നമുക്ക് വളരെ നിസ്സാരമായി ഓതിപ്പോകാവുന്ന, ഒട്ടുമിക്ക ആളുകൾക്ക്, ഈ സദസ്സിലിരിക്കുന്ന മിക്കാറും എല്ലാവർക്കും അത് കാണാതെ അറിയാവുന്ന സൂറത്താണ്. ഒരു തവണ അത് പാരായണം ചെയ്താൽ ഖുർആനിന്റെ പകുതിയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അദലത് ലഹു ബിസുൽസിൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഖുർആനിന്റെ 1/3. വമൻ ഖറഅ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളതോ അദലത് ലഹു ബിറുബ്ഇൽ ഖുർആൻ, ഖുർആനിന്റെ 4/1 എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 സൂറത്തുകളുടെ മഹത്വം വിവരിക്കുന്ന ഒരു ഹദീസാണ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൽ പറയുന്നത് ഈ 3 സൂറത്തുകളുടെ മഹത്വമാണ്. അതിൽ ഒന്നാമത് പറഞ്ഞത്
ഒരാൾ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയാൽ ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം. ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ 1/3 പാരായണം ചെയ്ത പ്രതിഫലം. ഒരാൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഖുർആനിന്റെ 4/1 പാരായണം ചെയ്ത പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ പറഞ്ഞു, ഇദാ സുൽസിലത്തി തഅദിലു നിസ്ഫൽ ഖുർആൻ, ഖുർആനിന്റെ പകുതിക്ക് സമാനമാണ് ഇദാ സുൽസിലത്തി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസ് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ധാരാളം ഹദീസുകൾ ഇമാമിങ്ങൾ ഉദ്ധരിച്ചത് കാണാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഫീ ലൈലത്തിൻ ഇദാ സുൽസിലത്തി കാന ലഹു അദ്ലു നിസ്ഫിൽ ഖുർആൻ. ഒരാൾ രാത്രിയിൽ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയാൽ, രാത്രിയിൽ ഒരാൾ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയാൽ ഖുർആനിന്റെ പകുതിക്ക് സമാനമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം മഹാന്മാരായ അബൂദാവൂദും ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്നത് കാണാം. ഒരു സുബ്ഹിയുടെ 2 റക്അത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചു. മറന്നുകൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. ഒരു സുബ്ഹിയുടെ 2 റക്അത്തിൽ ഒരേ സൂറത്ത് ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത് അത് ഇദാ സുൽസിലത്തിനെ കുറിച്ചുള്ള ഹദീസുകളിൽ കാണാം. അപ്പോൾ ആ സൂറത്ത് ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ 1-ാമത്തെ റക്അത്തിലും 2-ാമത്തെ റക്അത്തിലും നിസ്കരിച്ചു. നമ്മുടെ നാട്ടിലാണ് ഇമാമിനെ പിരിച്ചുവിടും, അയാൾക്ക് ആകെ ഒരു സൂറത്തെ അറിയാവുള്ളൂ എന്ന് പറയും. അയാൾക്ക് ആകെ ആദ്യത്തെ റക്അത്തിൽ 2-ാമതൊക്കെ ഓതാ ഒന്നേ അറിയുള്ളൂ, അതുകൊണ്ട് അയാൾ വേണ്ടാന്ന് പറയും. ആലോചിച്ച് നോക്കുക, അതിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിന്റെ 1-ാമത്തെയും 2-ാമത്തെയും റക്അത്തിൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയിരുന്നു. രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കും, എന്നിട്ട് ഇദാ സുൽസിലത്ത് പാരായണം ചെയ്യുമായിരുന്നു. വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും പാരായണം ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. വിത്രൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇതിനോട് ചേർത്താണ് മേലെയുള്ള ഹദീസ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ഇദാ സുൽസിലത്ത് ഓതുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം പറഞ്ഞത് ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം എന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖുർആനിന്റെ പകുതി പാരായണം ചെയ്തതിന് സമാനമായ കൂലി ലഭിക്കുന്ന സൂറത്താണ് ഇദാ സുൽസിലത്ത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദിയും ബൈഹഖിയും ഹാക്കിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു തവണ ഓതുക. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടുത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, ഒരാൾ 4 തവണ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതി പൂർത്തീകരിച്ച പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാഴ്ചയിൽ വളരെ ചെറിയ സാധനമാണ്, നമ്മൾ കുറച്ചേ ഉള്ളൂ നമ്മളെപ്പോഴും പറയും ചെറിയ സൂറത്ത് എന്ന് പറയും. ചില സൂറത്തുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പെട്ടെന്ന് പറയാം ചെറിയ സൂറത്ത്. ഖുർആനിലെ ഒരു സൂറത്തും ചെറിയ സൂറത്തല്ല. ഒരു ഖുൽ ഹുവല്ലാഹു അഹദിന് ഖുർആന്റെ 3/1 കൂലി എന്നല്ലേ പറഞ്ഞത്. ഖുർആനിലെ ഒരു സൂറത്തും ചെറിയ സൂറത്തല്ല. ഖുർആനിലെ ഓരോ സൂറത്തുകളുടെയും മഹത്വം അറിഞ്ഞാൽ അതെത്രയോ വലുതാണ്. അപ്പൊ ഇദാ സുൽസിലത്ത് എന്നുള്ള സൂറത്ത് നിസ്കാരത്തിൽ മാത്രമല്ല, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഓതിയാൽ അതിന് കിട്ടുന്ന കൂലി ഇത്രയും വലിയ കൂലിയാണ്. നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ 1 മിനിറ്റ് തികച്ചു വേണ്ട, 8 ആയത്തല്ലേ ഉള്ളൂ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങിയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സൂറത്ത് പറയുന്നത് 8 ആയത്തുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിങ്കൽ സൽക്കർമ്മം ചെയ്ത വിശ്വസിച്ച ആളുകൾക്ക് കിട്ടുന്ന വണ്ണമായ പ്രതിഫലം അത് എപ്പോഴാണ് കിട്ടുക? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി പ്രകമ്പനം കൊള്ളപ്പെട്ടാൽ, ഭൂമി കുലുക്കപ്പെട്ടാൽ, അതിന്റെ ഭയാനകമായ ഒരു പ്രകമ്പനം, ഒരു കുലുക്കം ഉണ്ടായാൽ, അതായത് ഖിയാമത്ത് നാളിലേക്ക് സൂചിപ്പിക്കുന്ന ഭൂകമ്പത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൂമി കുലുങ്ങുക എന്നുള്ളത് ഭൂമിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ വായിക്കും, ജപ്പാനിൽ ഭൂമി കുലുങ്ങി, ഇന്തോനേഷ്യയിൽ കുലുങ്ങി, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഭൂമി കുലുങ്ങാറുണ്ട്. ഭൂമിയുടെ തട്ടുകൾ തമ്മിലുള്ള
ഭൂമിയുടെ തട്ടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോഴാണ് ഭൂമിയിൽ കുലുക്കമുണ്ടാകുന്നത് എന്ന് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പലരും പറയാറുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും കുലുങ്ങിയതായി നമ്മൾ വായിക്കാറുണ്ട്. അള്ളാഹു നമ്മുടെ നാടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അക്കൂട്ടത്തിൽ കാണാം ഭൂമി കുലുങ്ങാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ലോകത്ത് പലതുമുണ്ട്. ഭൂമി കുലുക്കം എപ്പോഴും ഉണ്ടാകാവുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ തന്നെ ഭൂമി കുലുക്കത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യാറുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഭൂമി കുലുങ്ങുന്ന രാജ്യമാണ് ജപ്പാൻ. അങ്ങനെ പല രാജ്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഭൂമി കുലുങ്ങാറുണ്ട്. ആ കൂട്ടത്തിൽ ഭൂമി കുലുങ്ങാൻ സാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽപ്പെട്ട സ്ഥലമാണ് നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ കേരളം, നാം ഒക്കെ വസിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് മുൻഗാമികൾ അറിഞ്ഞിട്ട പേരാണ് ഖൈറുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ സ്ഥലം എന്ന് വെറുതെ പറഞ്ഞതല്ല. ഭൂമി കുലുങ്ങാനുള്ള സാധ്യത ഒട്ടുമില്ല എന്നല്ല, സാധ്യത കുറഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പറയില്ല മഴ കിട്ടാൻ സാധ്യത കുറഞ്ഞ സ്ഥലം കൂടിയ സ്ഥലം എന്ന് പറയുന്നത് പോലെ ഭൂമി കുലുക്കം ഉണ്ടാവാനുള്ള സാധ്യത കുറഞ്ഞ സ്ഥലം, അത്രേ ഉള്ളൂ. ഉണ്ടാവൂല എന്നല്ല. ഭൂമിയിൽ പലതരം കുലുക്കങ്ങൾ ഉണ്ടാവും, അതിന് പലതരം കാരണങ്ങളും ഉണ്ടാകും. അതെല്ലാം അള്ളാഹു ആകുന്ന സൃഷ്ടാവിന്റെ അധികാരത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ഇവിടെ പറയപ്പെടുന്ന ഈ കുലുക്കം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഈ കുലുക്കങ്ങളുടെ എല്ലാം ഒടുക്കം ഒരു വലിയ കുലുക്കം വരാനുണ്ട്, ഒരു വലിയ പ്രകമ്പനം വരാനുണ്ട്. ആ പ്രകമ്പനം കൊള്ളിക്കൽ, ഭൂമി അതിന്റെ ഭയാനകമായ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, പ്രകമ്പനം കൊള്ളപ്പെട്ടാൽ, കുലുക്കപ്പെട്ടാൽ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ആ വാക്കിൽ തന്നെ അതിന്റെ ഗാംഭീര്യമുണ്ട്. അങ്ങനെ കുലുക്കപ്പെട്ടാൽ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറംതള്ളുകയും ചെയ്തു. ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറംതള്ളുകയും ചെയ്തു. ധാരാളം ഇമാമിങ്ങളുടെ വിവിധങ്ങളായ വിശദീകരണങ്ങൾ ഈ കൂട്ടത്തിൽ കാണാം. ഒന്ന്, ഭൂമിക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട മയ്യിത്തുകൾ, മനുഷ്യർ, ഇവരെയൊക്കെ എടുത്ത് ഭൂമി പുറത്തിടുന്ന ഒരു ദിവസം വരും. കുലുങ്ങിയിട്ട് അടിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മേലേക്ക് വരും. രണ്ടാമത്, ഭൂമിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഭവങ്ങൾ അതെല്ലാം എടുത്ത് പുറത്തേക്കിടപ്പെടുന്ന ഒരു ദിവസം. ഭൂമിക്കടിയിൽ എന്തെല്ലാം വിഭവങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പെട്രോളിയം വിഭവങ്ങൾ, ലോകത്തെപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന, ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ മേലെ യുദ്ധങ്ങളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണങ്ങൾ, മറ്റ് വിലമതിക്കാനാകാത്തത് പലതും നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാറില്ലേ? ഈ വിഭവങ്ങളെല്ലാം ഭൂമി ഒരു ദിവസം സ്വന്തമായി എടുത്ത് പുറത്തേക്ക് ഇട്ട് തരും. ഇതിനു വേണ്ടിയല്ലേ ഈ അടികൂടിയത്? ഇതെല്ലാം കണ്ടോളൂ. സകലതും, ഭൂമിക്കടിയിലുള്ള മയ്യിത്തുകളും ഭൂമിക്കടിയിലുള്ള രത്നങ്ങളും സ്വർണങ്ങളും എന്തെല്ലാം അമൂല്യമായ വസ്തുക്കളുണ്ടോ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളൊക്കെ പുറംതള്ളുകയും ചെയ്താൽ, ഭൂമി കുലുക്കപ്പെടുകയും ഭയാനകമായ കുലുക്കം കുലുങ്ങുകയും അതിന്റെ ഭാരങ്ങളെല്ലാം ഭൂമി എടുത്ത് പുറത്തേക്കിടുകയും ചെയ്താൽ, അടിയിലുള്ള സ്വർണവും അടിയിലുള്ള പെട്രോളും അടിയിലുള്ള എന്തെല്ലാം സാധനം ഉണ്ടോ ഇതെല്ലാം മനുഷ്യന്റെ മുമ്പിലേക്ക് തുറന്നിടപ്പെടുന്ന തരത്തിൽ എല്ലാത്തിനെ എടുത്ത് ഭൂമി പുറത്തേക്കിടുകയാണ്. അപ്പോൾ മനുഷ്യൻ വഖാലൽ ഇൻസാനു മാലഹാ, അപ്പൊ മനുഷ്യൻ ചോദിക്കും, ഭൂമിക്ക് എന്തു പറ്റിപ്പോയി, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. ഈ രംഗം മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു. എപ്പോഴാണ് ഈ ഭൂമി കുലുക്കവും ഖിയാമത്തും ഉണ്ടാകുന്നത്? ഖിയാമത്ത് നാളുണ്ടാകുന്നത് അല്ലാഹ് എന്ന് പറയാൻ ഒരാളും അവശേഷിക്കാത്ത സമയത്താണ്. അല്ലാഹ് എന്ന് പറയാൻ ഒരാളും ദുനിയാവിലില്ല. എല്ലാം തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് പോയി റബ്ബിനെ മറന്നുപോയി. അള്ളാഹു എന്നൊരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ലോകത്തില്ലാത്തൊരവസ്ഥ വരും. മോമിനീങ്ങളൊക്കെ വിട പറഞ്ഞു, മുസ്ലിമീങ്ങളൊക്കെ വിട പറഞ്ഞു പോയി, എല്ലാവരുടെയും കാലം കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നതല്ലേ, ടെക്നോളജിയൊക്കെ വളരുന്നതിനനുസരിച്ച് ഒരു ഭാഗത്ത് തെറ്റുകൾ കൂടി വരികയല്ലേ ചെയ്യുന്നത്. തെറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? തെറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ദുനിയാവിൽ കൂടുകയാണ്. ദിവസേന നമ്മൾ കാണുന്നത് കൂടി വരുന്നതാണ്. ഇങ്ങനെ കൂടി 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 അവസാനം എന്ത് സംഭവിക്കും? നല്ല മനുഷ്യരൊക്കെയും കഴിഞ്ഞ് ദുനിയാവിന്റെ മേലെ അല്ലാഹ് എന്ന് പറയാൻ ഒരാളില്ലാത്തൊരവസ്ഥ വരും. അല്ലാഹു തആല വിചാരിക്കും, എനിക്ക് ദിക്റ് ചെല്ലാനും നിസ്കരിക്കാനും സ്വലാത്ത് ചെല്ലാനും തസ്ബീഹ് ചെല്ലാനും ഒന്നും ആരും ഇല്ലാത്തപ്പോ ഇനി എന്തിനാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, പിടിച്ചു കുലുക്കും.
അതിൽ നിന്ന് വിഭവങ്ങളെല്ലാം പുറത്തേക്ക് വരും. ആ സമയത്ത് ഭൂമിയിൽ ആളുണ്ടായിരിക്കും. അതിന്റെ സൂചന കൂടിയാണ് വഖാലൽ ഇൻസാനു മാലഹ. ഇതൊക്കെ നടക്കുമ്പോൾ ഭൂമിയിൽ ആരും ഇല്ല എന്ന് വിചാരിക്കരുത്. അതിന് സാക്ഷിയായ ആളുകൾ, അവിശ്വാസികൾ ഉണ്ടാകും. അവർ ചോദിക്കുന്ന ചോദ്യമാണ് വഖാലൽ ഇൻസാനു മാലഹ. എന്താണ് റബ്ബേ ഈ സംഭവിക്കുന്നത്? ഭൂമിക്ക് എന്തു പറ്റി എന്ന് മനുഷ്യൻ പറയും. അവസാനിപ്പിക്കുന്നു യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഒരുപാട് മനുഷ്യരെ കരയിപ്പിച്ച ഒരു ആയത്താണ് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഒരുപാട് മനുഷ്യരെ കരയിപ്പിച്ച ഒരായത്താണ്. ആയത്തിന്റെ അർത്ഥം, ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി കുലുക്കി അതിലെ വിഭവങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട് അതിൻ്റെ ഭാരങ്ങളൊക്കെ ഭൂമി ഒഴിവാക്കി മനുഷ്യൻ ഈ ദിവസത്തിൽ എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ഭയാനകമായ ആ ദിവസം, അന്നേ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങളെല്ലാം വിളിച്ചു പറയും എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ, അല്ലാഹു ആകുന്ന സൃഷ്ടാവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൻ്റെ വർത്തമാനങ്ങളെല്ലാം ഭൂമി വിളിച്ചു പറയാൻ തുടങ്ങും. അവിടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നൊരു ഹദീസ് കാണാം. എന്താണ് ഈ ഭൂമി വിളിച്ചു പറയുന്നത്? ഭൂമിക്കു മേലെ ഓരോ മനുഷ്യനും ചെയ്തു വെച്ച എല്ലാ അക്രമങ്ങളെയും ഭൂമി വിളിച്ചു പറയും. ദാ ഇന്നാലിന്നവൻ ഇന്ന സമയത്ത് എൻ്റെ മേലെ വെച്ച് ഇന്ന തെറ്റു ചെയ്തു. എല്ലാവരും കേൾക്കെ ഭൂമി വിളിച്ചു പറയും. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനുഷ്യന് ജീവിക്കാനുള്ള പ്രത്യേകമായ സംവിധാനമാണല്ലോ. ഭൂമി മനുഷ്യന് വേണ്ടി അല്ലാഹു പാകപ്പെടുത്തിയതാണ്. ഭൂമി പോലെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനുഷ്യൻ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമായി കോടിക്കണക്കിന് രൂപ ചെലവിട്ടിട്ട് ഭൂമി പോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന, വായു കിട്ടുന്ന, വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഉള്ള പൈസയൊക്കെ മുടക്കി ചൊവ്വയിലേക്കും വേറെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളിലേക്ക് നമ്മളിങ്ങനെ ആളെ പറഞ്ഞയച്ച്, വണ്ടിയും പറഞ്ഞയച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി അള്ളാഹു മനുഷ്യന് കീഴ്പ്പെടുത്തി തന്നു. ഇത്രയേറെ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല മനുഷ്യന് ജീവിക്കാൻ യോഗ്യമാക്കി തന്ന ഭൂമി, ആ ഭൂമി നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലങ്ങൾ, ജീവിക്കുന്ന ഇടങ്ങൾ, നമ്മെക്കുറിച്ച് നാളെ റബ്ബിനോട് പറയുന്ന രംഗം വരാനുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്ന ദിവസം. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. എങ്ങനെയാണത് പറയുന്നത്? അത് പറയാനുള്ള കാരണം ബിഅന്ന റബ്ബക ഔഹാലഹാ. അല്ലാഹു അതിന് ബോധനം നൽകി പറയൂന്ന് അല്ലാഹു തആല ഭൂമിയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങളൊക്കെയും വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്ന വർത്തമാനങ്ങൾ ഓരോ മനുഷ്യനെ തൊട്ടും വിളിച്ചു പറയും. ഇന്നയാള് എൻ്റെ മേലെ ഇരുന്നുകൊണ്ട് ഇത് ചെയ്തു. നമ്മൾ ഇരിക്കുന്ന സ്ഥലം വിളിച്ചു പറയും. നന്മകളും തിന്മകളും പറയും. അള്ളാഹു നന്മയുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ ഭൂമി വിളിച്ചു പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട് എന്തൊക്കെ പറയും? നമ്മെക്കുറിച്ച് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം അള്ളാഹുവിന്റെ മുമ്പിൽ എന്തൊക്കെ പറയാനുണ്ടാവും? നമ്മൾ തെറ്റു ചെയ്ത സ്ഥലങ്ങൾ, മഹാന്മാരായ ഇമാമിങ്ങൾ സൂറത്ത് യാസീൻ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മനുഷ്യനെതിരെ സാക്ഷി പറയുന്ന ദിവസം വരും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ ഭാഗം പറഞ്ഞില്ലേ? വായ സീൽ വെക്കുകയും മനുഷ്യന്റെ കൈകൾ സംസാരിക്കുകയും കാലുകൾ അതിന് സാക്ഷി പറയുകയും ചെയ്യുന്ന ഒരു രംഗം മഹ്ശറയിൽ വരാനുണ്ട്. അത് മനുഷ്യന്റെ ശരീരം മനുഷ്യനെതിരെ പറയുന്നതാണ്. ഇത് മനുഷ്യൻ ജീവിച്ച സ്ഥലം മനുഷ്യനെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗം. ഭൂമി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നാലിന്നവൻ ഇന്ന തെറ്റു ചെയ്തു. എങ്ങനെയാണ്? വെറുതെ അല്ല, അള്ളാഹു അതിനവസരം നൽകിയത് കൊണ്ടാണ്, അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്. റബ്ബിന്റെ മുമ്പിൽ ഓരോന്നും അതിങ്ങനെ വിളംബരം ചെയ്യുന്നൊരു ദിവസം വരാനുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ അതിൻ്റെ ഭയവിഹ്വലമായ ആ രംഗം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയുടെ അദാബുകളിൽ നിന്ന്, ഖിയാമത്തിന്റെ അദാബുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു ഈ സൂറത്തിന്റെ അനുഗ്രഹം, ബറക്കത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചവനെ, ഇദാ സുൽസിലത്ത് പാരായണം ചെയ്യുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കത് പാരായണം ചെയ്യുന്നതിലൂടെ നിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖുർആനിൻ്റെ പകുതി പാരായണം ചെയ്ത പ്രതിഫലം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. നിന്റെ അടുക്കൽ വണ്ണമായ പ്രതിഫലമുള്ള നീ പൊരുത്തപ്പെട്ടവരിൽ, നിന്നെ പൊരുത്തപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ ആരെയും അല്ലാഹുവേ ഖിയാമത്തിൻ്റെ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് നീ ബാക്കിയാക്കല്ലേ അല്ലാ. നിന്നെ ഓർമ്മയുള്ളവരും നിനക്ക് ദിക്റ് ചൊല്ലുന്നവരുമായി ഞങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, അവരെ എല്ലാം ഈ ദുആയിൽ നീ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പ ഉമ്മമാര്, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, വാപ്പ വല്യുപ്പമാര്, ഞങ്ങളിൽ നിന്ന് ആരെല്ലാം വിട പറഞ്ഞു പോയോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബുകൾക്ക് നീ സക്കീനത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും നീ അകറ്റണേ അല്ലാ. ഞങ്ങളോട് കടമപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ ദുആയിൽ നീ ചേർക്കണേ അല്ലാ. ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ രണ്ട് ലോകവും നീ വിജയിപ്പിച്ചു നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.